ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് സോഡാപ്പൊടി, ഈസ്റ്റ്, അവല്, ഉഴുന്ന് ഒന്നും ചേർക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു പാലപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് തന്നെ ആദ്യം തന്നെ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരിയാണ്. ഒരു 3 കപ്പ് പച്ചരി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതേ കപ്പ് അളവിൽ തന്നെ നമ്മൾ 1 കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങ, 1 കപ്പ് ചോറ് എന്നുള്ള അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. എല്ലാം നമ്മൾ അരി അളന്ന അതേ കപ്പ് തന്നെ അളന്നെടുത്താൽ മതി. അത് ഇനി ഗ്ലാസ് ആണെങ്കിലും കപ്പാണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ വെള്ളമാണ് ചേർക്കുന്നത്. തേങ്ങാ വെള്ളം ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. പച്ചവെള്ളമല്ല കേട്ടോ, തേങ്ങാ വെള്ളം ചേർത്തിട്ട് തന്നെ അരച്ചെടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി നല്ല പോലെ ഒന്ന് അരച്ചതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള എല്ലാ അരിയും നമുക്ക് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ 3 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങ, 1 കപ്പ് ചോറ് എന്നുള്ള അളവ് തന്നെ എടുക്കുക. പിന്നെ തേങ്ങാ വെള്ളത്തിൽ മാത്രമേ അരച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തേങ്ങാ വെള്ളത്തിൽ തന്നെ അരച്ചെടുത്താൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടുള്ളൂ. നമ്മളിതിലേക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് ഈസ്റ്റ്, സോഡാപ്പൊടി ഒന്നും ചേർക്കണില്ല. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. ഒരു രാത്രി എന്തായാലും വെക്കണം. നമ്മൾ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി അരച്ചിട്ട് നമുക്ക് രാവിലെ എടുക്കാം. ഇനി വൈകുന്നേരത്തിനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെ അല്ലാണ്ട് പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് രാവിലെ തുറന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. രാത്രി തന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുളിപ്പ് വരും കേട്ടോ മാവിന്. അപ്പോൾ നന്നായിട്ട് പുളിച്ചതാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടാവും ആ ഒരു സമയത്ത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതി അറിയുന്ന ഒരുപാട് ആളുണ്ടാവും കേട്ടോ. പക്ഷെ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും വിശദമായിട്ട് പറയണത്. നല്ല പോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ സാധാരണ പാലപ്പം ഉണ്ടാക്കുന്ന ചട്ടി വെച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ അങ്ങനെ വേണേലും ചുട്ടെടുക്കുക, അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലെയുള്ള ചട്ടികളിലും നമുക്ക് ചുട്ടെടുക്കാം. നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. ചുറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. ഇനി നന്നായിട്ട് ഇതുപോലെ ആവുന്ന സമയത്ത് നമുക്കൊന്ന് അടച്ചു വെക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പാണ്. ഇതിലേക്ക് പ്രത്യേകിച്ച് നമ്മൾ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല. നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണ്. സാധാരണ നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നേക്കാളും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കി എല്ലാ മാവും നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു രീതി അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് റെസിപ്പീസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാം ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.